ഒരു ബീഫ് റോസ്റ്റ് കണ്ടാലോ? നല്ല അടിപൊളി ബീഫ് കിട്ടിയിട്ടുണ്ട്. നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് വരട്ടി എടുക്കാൻ പോവാണ് നമ്മൾ. ഇതൊക്കെയാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ്. പെട്ടെന്ന് തയ്യാറാക്കാം. ആദ്യം നമുക്ക് ബീഫ് ഒന്ന് വേവിക്കാൻ വെക്കാം. കുക്കറിലേക്ക് ബീഫ് ഇട്ടിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മീറ്റ് മസാലയും കുരുമുളക് പൊടിയും അങ്ങനെ അല്ലറ ചില്ലറ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഉപ്പും എല്ലാം കൂടി ഇട്ടിട്ട് നമ്മളിത് വേവിക്കാൻ വെക്കുകയാണ്. ഒരു അര ഉള്ളിയും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. സവോളയാണ് ആഡ് ചെയ്യുന്നത്. ഒരു ഗുമ്മ് കിട്ടും. എന്നിട്ടാണ് ആവശ്യത്തിന് ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമ്മളിത് വേവിക്കാൻ വെക്കുന്നത്. ഇനി അടുത്തൊരു പാനിലേക്ക് നമ്മൾ മസാല ഉണ്ടാക്കാം. ഇതിൻ്റെ അരപ്പ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ തേങ്ങാക്കുത്ത് നല്ല വെളിച്ചെണ്ണയിൽ നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കുകയാണ്. അത് ഏകദേശം ഒന്ന് റെഡിയായി ഒരു ബ്രൗൺ കളറൊക്കെ ആവാറാകുമ്പോഴത്തേനും നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് അതും സോട്ട് ചെയ്തിട്ടാണ് നമ്മുടെ സവോള ആഡ് ചെയ്യുന്നത്. സവോള ആഡ് ചെയ്ത് നല്ലപോലെ അതൊന്ന് വഴണ്ട് വന്നിട്ടാണ് നമ്മൾ ബാക്കി ഇതിന് വേണ്ട പൊടി ഐറ്റംസ് എല്ലാം ആഡ് ചെയ്യുന്നത്. നല്ല എരിവ് വേണ്ടവർക്ക് അതനുസരിച്ചിട്ട് മസാല ആഡ് ചെയ്യുക. നമ്മളിപ്പോൾ മഞ്ഞൾപ്പൊടി, മീറ്റ് മസാല, അതേപോലെ ആവശ്യത്തിന് മുളക് പൊടി, പെപ്പർ പൗഡർ, പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഒക്കെ ഇട്ട് നല്ലോണം മസാല നല്ല സോട്ടേ ചെയ്ത് എടുക്കുകയാണ്. ഇതിനകത്തെ ഉള്ളിയൊക്കെ നല്ലോണം വെണ്ട് വയന്ന് വരണം. ഇത് നല്ലോണം സോട്ടായി വന്നു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ വേവിച്ച് വെച്ച ബീഫ് അതിലേക്ക് ആഡ് ചെയ്ത് ഇതേപോലെ നല്ല ഇളക്കി വഴട്ടി എടുക്കുകയാണ്. നല്ല പെപ്പറൊക്കെ ഇട്ടുകൊണ്ട് തന്നെ നല്ല മണവും നല്ല ഫ്ലേവറുമാണ് ബീഫിന്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നല്ല മല്ലിയിലൊക്കെ ഇട്ട് നമ്മൾ ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചോറിനൊപ്പോ ചപ്പാത്തിക്കൊപ്പോ എന്തിനൊപ്പം വേണേലും കഴിക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. ബൈ.